മലയാള സർവകലാശാല ഭൂമി വിവാദത്തിൽ മുസ്ലിം ലീഗ് സമരത്തിലേക്ക് പോവുകയാണ്. ലീഗ് നിയമസഭാ മണ്ഡലം കമ്മിറ്റികളാണ് സമരം സംഘടിപ്പിക്കുക. കെ.ടി. ജലീൽ, മന്ത്രി വി. അബ്ദുറഹ്മാൻ എന്നിവർക്കെതിരെയാണ് സമരം. മലയാളം സർവകലാശാല ഭൂമിക്ക് 2019 പണം അനുവദിച്ച ഉത്തരവിന്റെ പകർപ്പ് പുറത്തുവന്നു. വിവാദത്തിൽ ജലീൽ മറുപടി പറയാത്തതിനെ പരിഹസിച്ച് പി.കെ. ഫിറോസ് ഫേസ്ബുക്കിൽ കുറിപ്പെഴുതി. ജലീലിന് മറുപടിയില്ലേ എന്നാണ് ചോദ്യം. മുഹമ്മദ് അസ്ലം കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. അസ്ലം, എന്താണ് ഇപ്പോൾ ഈ കാര്യത്തിൽ മുസ്ലിം ലീഗ് ചെയ്യാനെടുക്കുന്ന കൗണ്ടർ പരിപാടി എന്താണ്? നിഷാദ്, ഫിറോസും ജലീലും തമ്മിലുള്ള ഒരു വാക്ക് ഫൈറ്റായിട്ട് മാത്രമാണ് ഇതുവരെ ഈ മലയാള സർവകലാശാല ഭൂമി വിവാദമാണെങ്കിലും ഫിറോസിനെതിരായ ആരോപണങ്ങളൊക്കെ തന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പാർട്ടി അർത്ഥത്തിൽ മുസ്ലിം ലീഗ് അർത്ഥത്തിൽ പ്രതികരിച്ചില്ല. അത് ഫിറോസും ജലീലും തമ്മിൽ നടക്കട്ടെ എന്ന രീതിയിലായിരുന്നു മുന്നോട്ട് പോയത്. അതേസമയം മലയാള സർവകലാശാല വിവാദം സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഫിറോസ് പുറത്തുവിട്ടതോടുകൂടി തന്നെ ഇതിലൊരു രാഷ്ട്രീയമായി തന്നെ കെ.ടി. ജലീൽ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെതിരായ ഒരു കൃത്യമായ ആരോപണമായി മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത മുസ്ലിം ലീഗ് തുറന്നു കാണുന്നു. മാത്രമല്ല, ഈ മലയാള സർവകലാശാല ഭൂമി ഇടപാടിൽ നേരത്തെ തന്നെ ക്രമക്കേടുണ്ടെന്ന കാര്യം വ്യക്തമായിരുന്നു. കാരണം തുച്ഛമായ വിലയ്ക്ക് നാട്ടുകാരിൽ നിന്നും വാങ്ങി വളരെ പെട്ടെന്ന് തന്നെ ഗഫൂർ പി ലില്ലീസും അതോടൊപ്പം തന്നെ മന്ത്രി വി. അബ്ദുറഹ്മാൻ ചില ബന്ധുക്കളുമാണ് വാങ്ങുന്നത്. അവർ പെട്ടെന്ന് വലിയ വിലയ്ക്ക് വിൽക്കുന്നു. അങ്ങനെ വലിയ 1,60,000 എന്ന് പറയുന്ന ഒറ്റ വിലയ്ക്ക് 2,000, 4,000, 5,000 ഒക്കെ 10,000 ഒക്കെ മേടിച്ച ഭൂമി വിൽക്കുന്നു. അതിൽ ക്രമക്കേടുണ്ടായിരുന്നുള്ള വസ്തുതയാണ്. അതേസമയം തന്നെ അത് സംബന്ധിച്ചുള്ള ആ സമയത്ത് വാർത്തകൾ വന്നെങ്കിൽ പോലും, അതിൽ നിയമസഭയിൽ വന്നെങ്കിൽ പോലും വലിയ അന്വേഷണത്തിന് മറ്റും പോയിട്ടില്ല. ഇപ്പോൾ ഈ വിവാദങ്ങളുടെ ഭാഗമായി കെ.ടി. ജലീൽ തന്നെ ഇതിൽ പങ്കാളിയായി, അല്ലെങ്കിൽ തീരുമാനത്തിൽ പങ്കാളിയായ ചില രേഖകളാണ് കഴിഞ്ഞ ദിവസം ഫിറോസ് പുറത്തുവിട്ടത്. കാരണം 2017 വിവാദങ്ങൾക്കൊടുവിൽ സി രവീന്ദ്രനാഥ് അന്നത്തെ ഉന്നത ഉദ്യോഗസ്ഥ മന്ത്രി ഈ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ നിർത്തിവെച്ചിരുന്നു. വ്യക്തത വന്നതിന് ശേഷം തുടങ്ങാവുന്ന രീതിയിൽ അത്തരമൊരു ഉത്തരവിട്ടിരുന്നു. അതിനുശേഷം 2018 അദ്ദേഹം കെ.ടി. ജലീൽ ഉന്നത ഉദ്യോഗസ്ഥ മന്ത്രി ആവുന്നത്. അതിനുശേഷം മന്ത്രിസഭയിലേക്ക് 2019 മാർച്ചിൽ ഇക്കാര്യം കൊണ്ടുവരികയും അത് അംഗീകരിക്കപ്പെടുകയും തുടർന്ന് അങ്ങോട്ട് 2019 സെപ്റ്റംബറിൽ നമ്മൾ ഇപ്പോൾ പുറത്തുവിടുന്ന ഉത്തരവ് എന്ന് പറയുന്നത് 2019 ജൂലൈയിൽ അത് സംബന്ധിച്ചുള്ള ആദ്യ ഗഡു 9 കോടി രൂപ അനുവദിച്ചതിന്റെ ഫിനാൻസ് വകുപ്പിന്റെ ഉത്തരവാണ്. അങ്ങനെ അവസാന ഘട്ടത്തിൽ തീരുമാനമെടുത്തതും പണം അനുവദിച്ചതെല്ലാം തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായി കെ.ടി. ജലീൽ ഇരിക്കുന്ന ഘട്ടത്തിലാണ് എന്നുള്ള കാര്യങ്ങൾ വ്യക്തത വരുന്ന സാഹചര്യത്തിൽ അതൊരു രാഷ്ട്രീയ ആരോപണ തരത്തിൽ തന്നെ ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നു. ഇന്നലെ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയിൽ മണ്ഡലം ഭാരവാഹികൾ, നിയോജക മണ്ഡലത്തിലെ ഭാരവാഹികളുടെ ഒരു മീറ്റിംഗ് നടന്നിരുന്നു. ഇതിൽ വിഷയം ചർച്ചയായി. ഫിറോസ് ഈ ഘട്ടത്തിലാണ് അത് ഉന്നയിക്കേണ്ടത്, അല്ലെങ്കിൽ നേരത്തെ തന്നെ ഉന്നയിക്കാമായിരുന്നില്ല എന്നുള്ള ചില വിമർശനങ്ങളൊക്കെ ഫിറോസിനെതിരെ ഉയർന്നെങ്കിൽ പോലും ഈ വിഷയം മുസ്ലിം ലീഗ് രാഷ്ട്രീയമായി എടുക്കുന്നത് നല്ലതെന്നുള്ളൊരു പൊതു അഭിപ്രായം ഉയർന്നു. മണ്ഡലം കമ്മിറ്റികളാണ് തിരൂര്, താനൂര്, തവനൂർ തുടങ്ങിയ മണ്ഡലം കമ്മിറ്റികളാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. അപ്പോൾ അവരോട് തന്നെ നിങ്ങൾ സമരത്തിലേക്ക് പോവുക, ജില്ലാ ലീഗിന്റെ പിന്തുണ ഉണ്ടാകുമെന്ന് ജില്ലാ ഭാരവാഹികൾ അറിയിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ സമരത്തിലേക്ക് ഇറങ്ങാൻ തിരൂര്, താനൂര്, തവനൂർ ഉൾപ്പെടെയുള്ള മണ്ഡലം കമ്മിറ്റികൾ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ഇതുവരെയുള്ള പി.കെ. ഫിറോസ് ജലീൽ പോരാട്ടവുന്നതിനപ്പുറത്തേക്ക് മലയാളം സർവകലാശാല വിവാദവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ, അതിന്റെ ക്രമക്കേടുകൾ, ആരോപണങ്ങൾ അത് മുസ്ലിം ലീഗ് പ്രാദേശികം എന്ന് വെച്ചാൽ നിയോജക മണ്ഡല തലത്തിൽ തന്നെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ സമരപരിപാടികളിലേക്ക് വരെ അവർ പോകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒന്നാമത്തെ വിവരം അതാണ്. രണ്ടാമത്തെ കാര്യം, നമുക്കറിയാം കെ.ടി. ജലീൽ എല്ലാ കാര്യങ്ങൾക്കും ഫേസ്ബുക്കിലൂടെ തന്നെ മറുപടി നൽകുന്നതാണ്. ഫിറോസ് പറയുമ്പോൾ ഉരുളയ്ക്ക് ഉപ്പേരി എന്ന കണക്കിൽ തന്നെ അപ്പോൾ തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് ഫേസ്ബുക്കിലൂടെയും വിവാദങ്ങൾക്ക് മറുപടി പറയുന്നതാണ്. അതേസമയം ഈ മലയാള സർവകലാശാല ഭൂമി സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പി.കെ. ഫിറോസ് പുറത്തുവിട്ടതിന് ശേഷം അദ്ദേഹം ആ അർത്ഥത്തിൽ മറുപടി പറയുന്നില്ല.